ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരു കപ്പ് ചോറ് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക കേട്ടോ. എന്നാലും മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം മിക്സിയിൽ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് ചോറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏത് ചോറാണെങ്കിലും ബാക്കിയുള്ളത് അതിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് അരക്കപ്പ് റവ കേട്ടോ. റവയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക്. ഇനി നമുക്ക് വേണ്ടത് അരക്കപ്പ് തൈരാണ്. ആ തൈര് ഇട്ട് കൊടുക്കുക. തൈര് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അരയാനുള്ള വെള്ളം വേണം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കണം. നമ്മൾ വെറുതെ അവിടെ അരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണുള്ളത്. നമുക്കിത് കുറച്ച് ലൂസാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ ദോശയുടെ മാവൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ലൂസാക്കി എടുക്കണം കേട്ടോ. നമുക്കൊരു ബൗൾ എടുത്തിട്ട് ബൗൾക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ബൗൾക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ആ ബൗൾക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആ മിക്സിയിൽ ജാറിൽ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നമുക്കത് ലൂസാക്കി എടുക്കാം കേട്ടോ. ഒരുപാടാണ് ലൂസാക്കണ്ട. നമുക്ക് ദോശയുടെ ബാറ്റർ എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് ലൂസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കറി വേണമെന്നൊന്നും നിർബന്ധമില്ല. അങ്ങനെ അപ്പം വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാനോ ഒന്നും തലേ ദിവസം കുതിർക്കാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണത്. ഇപ്പോൾ ഞാൻ പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ദോശയൊക്കെ പരത്തുന്ന പോലെ അത്രയും പരത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഇതാക്കി കൊടുത്താൽ മതി. ഇനി അങ്ങനെയും പരത്തണമെന്നില്ല. ജസ്റ്റ് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ചുട്ടെടുത്താലും മതി കേട്ടോ. പരത്താതെ തന്നെ അങ്ങനെ ജസ്റ്റ് മാവ് ഒഴിച്ച് കൊടുക്കുക, അങ്ങനെ എടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾ നെയ്യോ എന്തോ ഉപയോഗിക്കണം വെച്ചാൽ അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം പെട്ടെന്ന് നമുക്ക് ഇതായി കിട്ടും കേട്ടോ. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ അതിൻ്റെ അടിഭാഗമായിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി മറിച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അത് ഇതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച് ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തണമെങ്കിൽ പരത്തി കൊടുക്കുക. 2-3 വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് നെയ്യോ അതുപോലെ തന്നെ ഓയിലോ എന്താ വെച്ചാൽ തടവി കൊടുത്തിട്ട് നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ഉണ്ടാവട്ടെ. നല്ല സോഫ്റ്റ് അപ്പാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടോടെ തന്നെ കഴിക്കുമ്പോൾ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല. ആണ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേ അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റാണ്. ലേറ്റ് ആയിട്ട് എണീച്ചാലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നല്ല സോഫ്റ്റാണ്. സാമ്പാറിന് ചട്നിയുടെ കൂടെ ഒക്കെ സൂപ്പറാണ് കേട്ടോ അത് കഴിക്കാൻ. അത് നല്ല ഏത് കറിയുടെ കൂടെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്ര വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.